വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മോം അപ്ഡേറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണ് സ്ലീപ്പ് ട്രെയിനിങ് കൊടുക്കുക. അതായത് ഒരു രാത്രിയിൽ ഏകദേശം ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ ഒരു സ്ട്രെച്ചിൽ ഉറങ്ങാൻ വേണ്ടി നമ്മൾ അവരെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു വ്ളോഗ് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് കുഞ്ഞിൻ്റെ ഈവനിങ് റൂട്ടീനൊക്കെ കാണിച്ചപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ റിക്വസ്റ്റ് ഉണ്ടായി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്തൊരു പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പൊട്ടും താമസിയാണ് നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ സ്ലീപ്പ് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ട് മുമ്പായിട്ട് ഉറക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ചെറിയ കുട്ടികളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് നല്ല വളർച്ചയ്ക്കും അവരുടെ കോംപ്രിഹെൻസീവ് ഡെവലപ്മെൻറ്റിനും ഒക്കെ അവർക്ക് കൃത്യമായ സമയങ്ങളിൽ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഉറക്കം കിട്ടിയെങ്കിൽ മാത്രമേ അവരുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രോസസ്സും നന്നായിട്ട് നടക്കുകയുള്ളൂ. അതേസമയം തന്നെ കുഞ്ഞ് കുറച്ച് സമയം കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിയെങ്കിൽ മാത്രമല്ലേ അമ്മയ്ക്കും കുറച്ച് റെസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് നടക്കുകയുള്ളൂ. അപ്പം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കുഞ്ഞ് ജനിച്ച ആദ്യത്തെ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഒരു 5-6 മണിക്കൂർ തുടർച്ചയായിട്ട് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് ഒരു റൂട്ടീൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുണ്ടാകുന്ന ഡേ 1 തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുക അയ്യോ ഒരു കുഞ്ഞിനെ ഇങ്ങോട്ട് ജനിച്ച് കിട്ടിയുണ്ടെങ്കിൽ അതിന് എന്ത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുഞ്ഞ് നമ്മളെ വയറിനുള്ളിൽ ഇരിക്കുമ്പോഴത്തേക്ക് അവർക്ക് രാത്രി പകൽ അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ ജനിച്ചു കഴിയുമ്പോഴാണ് രാത്രി ആവുമ്പോഴാണ് ഉറങ്ങേണ്ടത്, പകൽ സമയത്താണ് ഉറങ്ങുന്നിരിക്കേണ്ടത്. ആ ഒരു എന്താണ് പറയുക സ്ലീപ്പ് ആൻഡ് എവേക്ക് സൈക്കിൾ അവർക്ക് നല്ലോണം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ആദ്യമേ മുതൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും അറിയാം ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 5-6 ആഴ്ചകൾ കഴിഞ്ഞിട്ട് കുഞ്ഞ് ചെറുകെ ഒന്ന് ചിരിച്ചൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ചിരി കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ രാത്രിയിലൊന്ന് ഉണർന്നു വരുമ്പോഴായിരിക്കും ആള് ചിരിച്ച് ഒരു കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യമൊക്കെ കാണിക്കുമ്പോൾ നമ്മളും കൂടി ഇരുന്ന് കളിക്കാനും കളിപ്പിക്കാനും ഒക്കെ ശ്രമിക്കും. അപ്പം അതൊക്കെ ഒന്ന് നമ്മളുടെ നമുക്ക് സന്തോഷമാണ് ഭയങ്കരമായിട്ട്, എന്നാൽ പോലും അതൊക്കെ ഒരു പൊടിക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതെന്താണ് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 4 കാര്യങ്ങളാണ് രാത്രി സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് നിങ്ങൾ ഉറങ്ങുന്ന റൂമിൽ ഒരു ഡിം ലൈറ്റ് മാത്രം ഉപയോഗിക്കുക. ഡിം ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, സീറോ ബൾബ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടില്ല. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലൈറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ അതിലൊരു പ്രത്യേക കളർ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതേതാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഡിം ലൈറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ എഴുന്നേറ്റ് കുഞ്ഞിപ്പോൾ വെറ്റായി കുഞ്ഞിൻ്റെ നാപ്പി ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ തിരിച്ച് ബെഡിലേക്ക് തന്നെ പോവുക. അതായത് കുഞ്ഞിനെയും അടുത്ത് കിടത്തി നിങ്ങളും കൂടെ കിടക്കുക. അല്ലാതെ ബെഡ്റൂമിൽ നിന്ന് മാറി ലിവിങ് റൂമിൽ വന്നിരിക്കുക അല്ലെങ്കിൽ കുഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുമ്പോൾ അതിനനുസരിച്ച് മാറാതെ ബെഡിൽ തന്നെ, അതായത് തിരിച്ച് എഴുന്നേറ്റ് പാല് കുടിച്ച് നാപ്പി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ബെഡിലേക്ക് തിരിച്ചു പോകുക. ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രി സമയങ്ങളിൽ കുഞ്ഞിന് നാപ്പി ചേഞ്ച് ചെയ്യുമ്പോഴും ഫീഡ് ചെയ്യുമ്പോഴും ഒക്കെ അധികം ഐ കോണ്ടാക്ട് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ പകൽ സമയങ്ങളിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നല്ലോണം ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ രാത്രിയിൽ മാത്രം അധികം ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കണ്ണിലോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും അവർ ആ ഉറക്കം കംപ്ലീറ്റ്ലി അങ്ങ് വിട്ട് നല്ലോണം അങ്ങ് ഉണർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ കുഞ്ഞിൻ്റെ കൂടെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് വളരെ ശബ്ദം കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരുപാട് ശബ്ദങ്ങളും ബഹളങ്ങളും ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ കുഞ്ഞിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നാപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതൊക്കെ പുറത്തെടുത്ത് വെച്ചേക്കുക. അല്ലാതെ അത് എടുക്കാൻ വേണ്ടി അന്നേരം കബോർഡ് തുറക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രോയർ തുറക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അൺനെസസറി ശബ്ദങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്തു വരുമ്പോൾ നാച്ചുറലി അവർക്ക് ദിവസം പോകുന്നവരും അവർക്ക് മനസ്സിലാവും ഒരുപാട് ശബ്ദം കൂടുതലുള്ള പകൽ സമയവും അധികം ശബ്ദമില്ലാത്ത രാത്രി സമയവും തമ്മിലൊന്ന് ചെറിയ രീതിയിലെങ്കിലും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർക്കത് നല്ലോണം തന്നെ ഉപകരിക്കും. പിന്നത്തെ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ എവിടെയാണോ കിടത്തി ഓർക്കുന്നത് അവിടെ കിടത്തുക. തൊട്ടിലാണെങ്കിൽ അങ്ങനെ, ഇല്ല കട്ടിലാണെങ്കിൽ അങ്ങനെ, എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കിടത്തുക. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്ന ആ ഒരു ശീലം നിങ്ങൾ ഡെവലപ്പ് ചെയ്യരുത്. ശരിയാണ്, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് ഉറങ്ങിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷെ ആ ഒരു സമയത്ത് കുഞ്ഞ് പാല് കുടിച്ച് അതിനുശേഷം കുഞ്ഞിനെ പുറത്തൊക്കെ തട്ടി ബർപ്പി
ചെയ്ത് ഗ്യാസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ചെറിയതായിട്ട് ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ അവരെ കട്ടിലിൽ കിടത്തി ചെറുതായിട്ട് തട്ടിക്കൊടുക്കുക എന്തെങ്കിലും ചെയ്ത് ഉറങ്ങുന്ന ആ ഒരു ശീലം വേണം നിങ്ങൾ ആദ്യമേ മുതലേ തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് 5-6 മാസമൊക്കെ കഴിയുമ്പോഴും പാല് കുടിച്ചുറങ്ങുന്നത് അവരുടെ ഒരു ശീലമായിട്ട് മാറും. പിന്നെ എപ്പോഴും എന്തൊക്കെ ചെയ്താലും ബ്രസ്റ്റ് ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അവർ ഉറങ്ങുള്ളൂ എന്നുള്ളൊരു ശീലത്തിലേക്ക് എത്തും. അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു കാര്യം ആദ്യം മുതലേ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 4 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞിന് രാത്രി ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഉറങ്ങുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതായത് പകല് നല്ലോണം പാല് കുടിക്കുന്ന ഹെൽത്തി വെയിറ്റ് ഗെയിൻ ഉള്ള മൈൽ സ്റ്റോൺസ് ഒക്കെ നോർമലി തന്നെ പോകുന്ന ഒരു കുഞ്ഞിനെ രാത്രിയിൽ അങ്ങനെ ഉണർത്തി ഫീഡ് ചെയ്യേണ്ടതായ ഒരാവശ്യവുമില്ലെന്നാണ് ഡോക്ടേഴ്സ് തന്നെ പറയുന്നത്. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഓവർ ആൻസൈറ്റി ഉണ്ട്. നമ്മൾ വിചാരിക്കും അയ്യോ കുഞ്ഞിന് വിശന്നാലോ അല്ലെങ്കിൽ കുഞ്ഞ് ഡീഹൈഡ്രേറ്റഡ് ആയാലോ എന്ന് ഓർത്തിട്ട് ഉറങ്ങുന്ന കുഞ്ഞിനെ നമ്മൾ ഉണർത്തി പാല് കൊടുക്കുക. 4 മാസത്തിലൊക്കെ ഇത് ഓക്കെയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഗ്രാജുവലി അവർക്കൊരു ശീലം ഡെവലപ്പ് ആവണം. രാത്രിയുടെ ഒരു പോയിന്റിൽ ഉണർന്ന് പാല് കുടിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ബ്രസ്റ്റിലൊന്ന് സക്ക് ചെയ്തിട്ട് വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്ന ആ ഒരു ശീലം ഇതിവർ വളരും തോറും കൂടിയേ വരുള്ളൂ. ടോഡ്ലറൊക്കെ ആകുമ്പോഴത്തേക്ക് അറിയാലോ ഇവർക്ക് വായിൽ നല്ലോണം പല്ലുണ്ടാവും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പല്ലൊക്കെ ഉറഞ്ഞിട്ട് നല്ല വേദന ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 4 മാസമൊക്കെ ആകുമ്പോൾ തൊട്ട് തന്നെ കുഞ്ഞ് രാത്രിയിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവരെ ഉറങ്ങാൻ വിട്ടേക്കുക. ഉണരുമ്പോൾ മാത്രം പാല് കൊടുക്കേണ്ടതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഉണരുമ്പോൾ മാത്രം പാല് കൊടുത്താൽ മതി. സേ ലൈക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 8 മണിക്ക് നിങ്ങൾ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടത്തിയ ഒരു കുഞ്ഞ് 11-11:30 മുമ്പ് എത്ര തവണ ഉണർന്നാലും അവരെ പാല് കൊടുത്തിട്ട് വേണം കിടത്താൻ വേണ്ടി. പക്ഷെ 11:30 ശേഷം അവരെ അങ്ങനെ പാല് കൊടുക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതാണ് അതിൻ്റെ ഒരു നോർമൽ റൂൾ. അതായത് 8 മണിക്ക് കിടക്കുന്ന കുഞ്ഞിന് 11 മണി വരെ ഉണരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ അഹെഡ് നിങ്ങൾ അവരെ ഫീഡ് ചെയ്യുക. അതിനുശേഷം കിടക്കുക. 11 മണിക്ക് ശേഷം ഫീഡ് ചെയ്യുന്ന ആ ഒരു റുട്ടീൻ അധികം ഉണ്ടാക്കിയെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ, ഇപ്പൊ നമ്മളാണെങ്കിലും രാത്രിയുടെ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മളൊന്ന് ഉണർന്നു പോകാൻ സാധ്യതയുണ്ട് നല്ല ഉറക്കത്തിന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഒന്നീ വാച്ച് നോക്കും അല്ലെങ്കിൽ മൊബൈൽ നോക്കും. സമയം എത്ര എന്നറിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇത്രയും സമയം ഉണ്ടല്ലോ. നമ്മൾ നോർമലി ആ ഉറക്കത്തിലോട്ട് തിരിച്ചു പോകും. ആ ഒരു ടെൻഡൻസി ചെറിയ കുട്ടികൾക്കും വലിയ മനുഷ്യർക്കും പ്രായമായവർക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ചെറിയ കുട്ടിയായിരിക്കും ഇവർക്കും അങ്ങനത്തെ ആ ഒരു ടെൻഡൻസി ഉണ്ട്. അത് ഉറക്കത്തിന്റെ ഒരു പോയിന്റിൽ ഇവരും ജസ്റ്റ് കണ്ണു ഉറക്കോ ഒന്ന് കരയാൻ പോവോ അല്ലെങ്കിൽ ഒന്ന് ഞരങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ കുഞ്ഞിന് വിശന്നിട്ടാണെന്ന് ഓർത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതിനെ ചാടിപ്പോയി കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി നോക്കും. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കുഞ്ഞ് ഉണരുന്നതിനുള്ള ഒരു ഇത് കാണിക്കുവാണെങ്കിൽ ആദ്യം ജസ്റ്റ് അവരുടെ പുറത്തൊന്ന് തടവി കൊടുക്കുക. അല്ലെങ്കിൽ പതിയെ അവർക്ക് എന്തെങ്കിലും അവർക്ക് എപ്പോഴും നിങ്ങൾ പാടിക്കൊടുക്കുന്ന ഒരു പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പതിയെ അവരുടെ ചെവിയിലൊന്ന് മൂളിക്കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് തട്ടിക്കൊടുക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട അതായത് ഒരു 80% കേസുകളിലും കുഞ്ഞുണ്ണികളെന്ന് ഞാൻ പറയാൻ വേണ്ടി ഒരു കാര്യം എപ്പോഴും കുഞ്ഞുണ്ണിയാണ്. അപ്പോൾ കുട്ടികൾ തിരിച്ചുറക്കത്തിലേക്ക് തന്നെ വീഴാനാണ് സാധ്യത. അപ്പൊ അത് അങ്ങനത്തെ ആ ഒരു ശീലം വളർത്തിയെടുക്കുക. അല്ലാണ്ട് ഉണരുമ്പോൾ തന്നെ പെട്ടെന്ന് പാല് കൊടുത്തിട്ട് അവരെ കൺസോൾ ചെയ്യുന്ന ആ ഒരു രീതി ആദ്യമേ തന്നെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അവർക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ഡയപ്പർ യൂസ് ചെയ്യുക രാത്രിയിലത്തേക്ക്. അതായത് നല്ലോണം ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അവരുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കാതെ നിങ്ങളുടെ ചോയ്സ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ക്ലോത്ത് ഡയപ്പറോ ഡിസ്പോസിബിളോ വോട്ട് എവർ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ ആ കാര്യത്തിലും കൂടെ ഒരു പ്രത്യേക ശ്രദ്ധ വരുത്തുക. അതായത് വല്ലാണ്ട് നനഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചെറുതിലേ തൊട്ട് തന്നെ ഒരു ബെഡ് ടൈം റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കും ചെറിയ കുട്ടിക്ക് ഇപ്പം എന്തിനാ എല്ലാ കാര്യത്തിനും ഒരു റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കണ്ടേ. നമ്മൾക്ക് ഓരോരുത്തർക്കും ബെഡിൽ പോയി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളില്ലേ. ഇപ്പം ചിലർ ബ്രഷ് ചെയ്യുന്നവരാണെങ്കിൽ പോയിട്ട് ബ്രഷ് ചെയ്യും, അല്ലെങ്കിൽ ചിലർ പാട്ട് കേട്ടിട്ട് കിടക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ചിലർ പ്രാർത്ഥിച്ചിട്ട് കിടക്കും, അല്ലെങ്കിൽ ഫാൻ ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ പല പല കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തിട്ടായിരിക്കും നമ്മളൊക്കെ ഉറങ്ങാൻ വേണ്ടിട്ട് പോകുന്നു. അതേപോലെ തന്നെ കുട്ടികൾക്കും അതുപോലത്തെ തന്നെ ഒരു ശീലം ഡെവലപ്പ് ചെയ്തെടുക്കുക. വൈകുന്നേരം ആകുമ്പോൾ ഫുഡ് കഴിക്കുന്നു, കുളിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദേഹം തുടയ്ക്കുന്നു, രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ട് വേറൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നു, അതിനുശേഷം ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഡിമ്മായിട്ട് വെക്കുന്നു. ഇച്ചിരി കൂടി ഒരു 8-9 മാസമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്സ് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു കഥ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു കഥ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അതൊരു റെഗുലർ പാറ്റേൺ ആയിട്ട് വെക്കുക. അപ്പോൾ അതിങ്ങനെ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നാച്ചുറലി മനസ്സിലാവും
ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം വളരെ നല്ലോണം തന്നെ സഹായിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വെക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കഴിവതും എല്ലാ ദിവസവും ഒരേ സമയം തന്നെ അവരെ കട്ടിലിൽ കൊണ്ടുപോയി കിടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നാച്ചുറലി അവർക്ക് ഉറക്കം വന്നു തുടങ്ങും. അപ്പോൾ അവരെ കിടത്തിയാൽ അവർ നല്ലോണം തന്നെ ഉറങ്ങിക്കോളുകയും ചെയ്യും. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് അറിയാം, ലൈറ്റിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ല, ഡിം ലൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റിൽ. അതുപോലെ തന്നെ ഇപ്പൊ കുഞ്ഞിനെ ഇപ്പോൾ ഒരു 9-9:30 കട്ടിൽ കൊണ്ടുപോയി ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 8-8:30 കഴിയുമ്പോഴത്തേക്ക് ലൈറ്റ്സ് ഒക്കെ, അത് വലിയ ബ്രൈറ്റ് ലൈറ്റുള്ള ട്യൂബ് ലൈറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് പൊതുവെ എന്താ പറയാ ലൈറ്റിന്റെ അളവ് ഒന്ന് കുറയ്ക്കുന്ന വളരെ നല്ലതായിരിക്കും. കാരണം മെലാറ്റോണിൻ എന്ന് പറയുന്നത് സ്ലീപ്പ് ഹോർമോൺ കുറച്ചുകൂടെ ഒന്ന് ബിൽഡപ്പ് ആവാൻ വേണ്ടി ഇത് നല്ലോണം തന്നെ സഹായിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏത് കളർ ലൈറ്റ് ആണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞു തരാം. പലപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താണ്, വൈറ്റ് കളർ അല്ലെങ്കിൽ യെല്ലോ കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ ലൈറ്റ്സ് ഒക്കെ ആയിരിക്കും. കാരണം അതാണ് സീറോ ബൾബ് ആണെങ്കിലും കുറച്ചും കൂടി ഒരു വെട്ടം റൂമിൽ ഉണ്ടാവുക. പക്ഷേ അതിനേക്കാളും ഏറ്റവും നല്ലത് റെഡ് കളറിലെ ലൈറ്റ് യൂസ് ചെയ്യുന്നതാണ്. റെഡ് കളറിലെ ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് വെട്ടം മാത്രമേ റൂമിലേക്ക് വരികയുള്ളൂ. തന്നെയല്ല അത് ഭയങ്കര ഇരുണ്ട ടൈപ്പിലുള്ള ഒരു വെട്ടമാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. പക്ഷെ ഇരുണ്ട ടൈപ്പിലുള്ള ഒരു വെട്ടം ആയതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ആ ഒരു സ്ലീപ്പ് ഹോർമോണിനെ എന്താ പറയുക റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം സഹായിക്കും. പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുഞ്ഞ് ഉറങ്ങിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു എല്ലാവർക്കും, ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ സ്റ്റിൽ ചെയ്യാറുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ കുഞ്ഞിനിയുടെ ബെഡിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയിരിക്കും. കുഞ്ഞുറങ്ങിയല്ലോ, എന്നാൽ ശരി പെട്ടെന്ന് നമുക്ക് ഫേസ്ബുക്ക് ഒന്ന് നോക്കാം, യൂട്യൂബ് ഒന്ന് നോക്കാം എന്ന് നമ്മൾ ഫോൺ എടുക്കുന്നു. അല്ലെങ്കിൽ എന്നാൽ ശരി ജോലിയിലെ കുറച്ച് ഭാഗം പെൻഡിങ് ആണ്, എന്നാൽ ശരി എന്ന് നമ്മൾ ലാപ്ടോപ്പ് എടുത്ത് പോകും. ഇത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു കാര്യം. കുഞ്ഞുള്ള റൂമിൽ കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ കഴിവതും ഫോണ്, ലാപ്ടോപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചേക്കും. കാരണം ഇതിൽ നിന്നുള്ള ലൈറ്റ് നമ്മൾ എത്ര മാറ്റി വെച്ചാലും കുഞ്ഞ് ഉണരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം കൂടെ അങ്ങ് ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കുഞ്ഞ് ജനിക്കുന്ന ഡേ 1 തൊട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു വരുവാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടിയാണ് ഒരു 3-4 മാസമൊക്കെ കുഞ്ഞ് പക്ക രാത്രിയിൽ എന്താ പറയുക ഒരു 6-7 മണിക്കൂർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. നിങ്ങൾക്ക് നല്ല അടിപൊളി സ്ലീപ്പ് കിട്ടും. അപ്പോൾ ആദ്യം തൊട്ട് നിങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അയ്യോ എൻ്റെ കുഞ്ഞ് 8-9 മാസം ഇനി ഇതൊക്കെ എങ്ങനെ വർക്ക് ആകാനാണെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയ തോതിലൊന്ന് ട്രൈ ചെയ്യുക. മാത്രമല്ല ഈ 8-9 മാസത്തിലെത്തിയ കുട്ടികളെ എങ്ങനെയാണ് ഒരു സ്ലീപ്പ് പാറ്റേണിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ്. അപ്പം നിങ്ങൾ ആ ഒരു കാറ്റഗറിയിലാണ് പെടുന്നതെങ്കിൽ സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.